US-ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വാർഷിക G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഏവിയാൻ ലെ ബെയ്ൻസിൽ തുടക്കമായി. ലോകത്തെ മുൻനിര വൻശക്തികളുടെ ഈ സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഫ്രാൻസിലെത്തി. ജൂൺ 15 മുതൽ 17 വരെയാണ് ഉച്ചകോടി നടക്കുന്നത്. ട്രംപ് നേരിട്ട് പങ്കെടുക്കുന്ന 5ാമത്തെ G7 കോൺഫറൻസ് ആണിത്. നിലവിൽ 15ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന US-ഇറാൻ യുദ്ധം തന്നെയാണ് ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയം. യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിലകൾ കുതിച്ചുയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളെ പോലും മുൻകൂട്ടി അറിയിക്കാതെ അമേരിക്ക ആരംഭിച്ച ഈ യുദ്ധത്തിൽ സഹായത്തിനായുള്ള ട്രംപിന്റെ അഭ്യർത്ഥനകൾ പല യൂറോപ്യൻ രാജ്യങ്ങളും നിരസിച്ചിരുന്നു. ഇത് G7 നേതാക്കളും ട്രംപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ സ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത സൈനിക നീക്കങ്ങൾ നടന്നിരുന്നെങ്കിലും ഒടുവിൽ ഒത്തുതീർപ്പിലെത്തിയതായി ട്രംപ് വ്യക്തമാക്കി. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ US-ഉം ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായി ട്രംപ് ഞായറാഴ്ച അറിയിച്ചിരുന്നു. ഇന്ന് ഡിജിറ്റൽ മാർഗത്തിൽ ഒപ്പുവെച്ച സമാധാന കരാറിലും ഇക്കാര്യമുണ്ട്. ഉച്ചകോടിയുടെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് സുരക്ഷയ്ക്ക് അമേരിക്ക മുൻഗണന നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുമായി ട്രംപ് പ്രത്യേക ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കഴിഞ്ഞ വർഷത്തെ ഉച്ചകോടിയിൽ ഇസ്രയേൽ ഇറാൻ തർക്കം മൂലം ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങുകയും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നീക്കം നടത്തുകയും ചെയ്തിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 4.5 വർഷം പിന്നിടുമ്പോഴും കടുത്ത സമാധാന ശ്രമങ്ങളുമായി G7 നേതാക്കൾ മുന്നോട്ടു പോകുന്നുണ്ട്. റഷ്യയ്ക്കുള്ളിലേക്ക് യുക്രൈൻ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ വ്യാപിച്ചതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. താൻ അധികാരത്തിലെത്തിയാൽ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും എത്തുന്നുണ്ട്. ചൊവ്വാഴ്ച അദ്ദേഹം G7 നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെങ്കിലും ട്രംപുമായി പ്രത്യേക ഔദ്യോഗിക ചർച്ചകളൊന്നും നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലയുടെ സുരക്ഷ, അനധികൃത കുടിയേറ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയാണ് ഉച്ചകോടിയിൽ US-ന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. എന്നാൽ 2ാം തവണ അധികാരമേറ്റത് മുതൽ നാറ്റോയോടുള്ള സമീപനം, പുതിയ നികുതി നയങ്ങൾ, ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള താൽപര്യം എന്നിവ വഴി സഖ്യകക്ഷികളിൽ നിന്ന് ട്രംപ് അല്പം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതിനിടെ ഞായറാഴ്ച ആരംഭിക്കേണ്ടിയിരുന്ന ഉച്ചകോടി ട്രംപിന്റെ ജന്മദിന ആഘോഷങ്ങൾ കാരണമാണോ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതെന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവയാണ് G7 കൂട്ടായ്മയിലെ അംഗങ്ങൾ. US-ഇറാൻ യുദ്ധം ഉയർത്തിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെയും നയതന്ത്ര അസ്വാരസ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ഏവിയാൻ G7 ഉച്ചകോടി ലോകരാഷ്ട്രങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള പെട്ടെന്നുള്ള സമാധാന കരാർ താൽക്കാലിക ആശ്വാസമേകുമെങ്കിലും സഖ്യകക്ഷികളെ പോലും മാറ്റി നിർത്തിയുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ ഉച്ചകോടിയിൽ US-നെ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയേറെയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയും വരും ദിവസങ്ങളിൽ G7 വേദിയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്നുറപ്പാണ്. 2ാം ഊഴത്തിൽ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ അമേരിക്ക നേരിടുന്ന ഈ നയതന്ത്ര ഒറ്റപ്പെടലിനെ മറികടക്കാൻ ട്രംപിന് കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത്.